ഹലോ! ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ചെമ്മീൻ തേങ്ങാപ്പരട്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരവിയത്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടൊന്നും എടുക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ അതിന് വറക്കുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് വറക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പിലേൻ്റെയും കൂടി ടേസ്റ്റ് വരുമ്പം നല്ലൊരു രസമായിരിക്കും. നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഓയിലിൽ വേണേൽ സൺഫ്ലവർ ഓയിലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വറുത്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെച്ചതാണ്. അപ്പം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ചെറുതായിട്ട് അടി പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഇളക്കി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു കഷ്ണം സവാള മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരു ഫുൾ സവാള എടുത്തിട്ടില്ല, കുറച്ച് സവാള മാത്രം മതി. അത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നേരത്തെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങേൻ്റെ മിക്സും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഓൾറെഡി മീൻ വറുക്കുന്നതിൽ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്തത് കൊണ്ടാണ് കുറച്ച് മാത്രം മസാലപ്പൊടികൾ ചേർത്തത്, മുളക് പൊടിയൊക്കെ. അതിനുശേഷം ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു കഷ്ണം തക്കാളിയും കുറച്ച് മല്ലിച്ചെപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അധികം തീയിൽ വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയ തീയിലാണ് ചെയ്തത്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർക്കുകയാണ്. ചെമ്മീനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മൾ പെരട്ടാണ് ഉണ്ടാക്കുന്നത്, ഡ്രൈ ഫ്രൈ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെറിയൊരു പെരട്ട് പോലെ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നമ്മൾ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. തേങ്ങ ആയതുകൊണ്ട് തേങ്ങയിലെ വെളിച്ചെണ്ണേൻ്റെ ഒരു മയം ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.